പ്രാവശ്യം എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല, അത്ര ധൃതിയിലായി. അപ്പൊ ഞാൻ എന്ത് ടിഷ്യൂ പേപ്പറിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഒരു റോസാപ്പൂ എവിടെ നിന്ന് ഒരുക്കി കിട്ടി. അത് കട്ടിൽ പില്ലോയിൽ വെച്ചിട്ടാണ് ഞാൻ എയർപോർട്ടിൽ പോയത്. എവിടെ കൊണ്ടേക്കാനെ പോയപ്പോ ഡൊമിനിക് റിപ്പബ്ലിക് ഡൊമിനിക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റലാണ് പുണ്ടക്കാന. അതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ്, അവിടെയാണ് ഷോ ചെയ്യാൻ പോയത്. ഇതിപ്പോ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് എന്താ ഗുണം ഉണ്ടായ പറഞ്ഞു കൊടുക്കുക. അവിടെ എത്ര പേര് നോക്കിയെന്നല്ലേ നീ പറയൂ. ഞാൻ ഒറ്റ വാക്കിച്ച് അവസാനിപ്പിക്കും. ഈവൻ വിക്രം ഇട്ടിട്ടാണ് നമ്മളത് ഇൻസ്പയർ ചെയ്താ ഇട്ടതെങ്കിലും അങ്ങനെ പോയത് കൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചത്. അവിടെ വന്നവരെല്ലാരും നോർമൽ ആയിട്ടാ വന്നത്. അപ്പൊ കുഞ്ചു എടുത്തു നിന്നു. അതാണ് എനിക്ക് വേണ്ടത്. പോസ്റ്ററിൽ വന്നു. അതുകൊണ്ട് അവര് ആ പോസ്റ്ററിൽ കുഞ്ചുവിന്റെ തമിഴ്നാട്ടിൽ ചെന്നപ്പോ റോട്ടിൽ മൊത്തം കുഞ്ചു അവാർഡും പിടിച്ചിരിക്കുന്നത്. പ്രേമിക്കുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ഞാൻ ചേട്ടനെയും കൂട്ടുപിടിച്ച് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ചെല്ലാണ്. അപ്പൊ ഞാനിങ്ങനെ ഡോറ് വന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാള് അപ്പൊ ഞാൻ ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു എന്ന് പറയുമ്പോ താങ്ക് യു, ബർത്ത്ഡേ ആണല്ലേ. പിന്നെ ഇടയ്ക്ക് പറയുന്നത് എനിക്ക് കൂടുതലും മലയാളി ഓഡിയൻസിന് എന്റെ ഫേസ് ഇഷ്ടമാവില്ല. കാരണം എല്ലാരും വിചാരിക്കണ നോർത്ത് ഇന്ത്യൻ ആണ്. ഒരു ആദിത്യ റോയ് കപൂർ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ എപ്പോഴും അയാളുടെ ഫോട്ടോ കാണുമ്പോ ഇത് കുഞ്ചുവിനെ പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഇടയ്ക്ക് കാണിച്ചു. ഞാൻ പറഞ്ഞപ്പോ കറക്റ്റല്ലേ? ആദിത്യയോട് ചോദിച്ചറിയാം. ആദിത്യ റോയ് കപൂർ ചോദിച്ചറിയാം, അവരുടെ അച്ഛൻ. എങ്ങാനും കേരളത്തിൽ വല്ലോ റൗണ്ട് അടിച്ചോന്നല്ലേ? എടി ഇതൂടെ പറ, ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇതൊക്കെ ഒരു തമാശയല്ലേ? നല്ല രീതിയിൽ ഒരു പ്രാങ്ക് കൊടുത്തിട്ടുണ്ട്. മ്യൂച്വലി ആണേ പ്രാങ്ക്. മേ ബി എന്തെങ്കിലും ആവും, ഒരു ഫോണിൽ വിളിച്ച് പറ്റിച്ചതാവും. നിങ്ങൾ ആരും കൊടുത്തിട്ടില്ല എന്ന് പറയരുത്. മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കാം. ഉണ്ടെങ്കിൽ ഐ ഹാവ്, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ ശ്രമിച്ചു. അത് നടത്തി. ഓണത്തിന് ഞാൻ വിചാരിച്ചു ഒരു പ്രാങ്ക്. ആരെടുത്താ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നേ? ഞങ്ങളുടെ പയ്യനാന്ന്. ഓണത്തിനൊരു പ്രാങ്ക് കൊടുക്കാന്ന് വെച്ചു. അതായത് ഞങ്ങൾ ഇതൊരു ഓണം വ്ലോഗ് എടുക്കുന്ന സമയത്ത് എന്റെ സ്റ്റൈലിസ്റ്റ് ആണ് പറഞ്ഞത് നമുക്ക് പ്രേംചേട്ടന് ഒരു പ്രാങ്ക് കൊടുക്കാം, ചുമ്മാ പ്രേംചേട്ടന് പ്രൊവോക്ക് ചെയ്യാം, ദേഷ്യപ്പെടുമെന്ന് അറിയാലോ. എല്ലാവർക്കും കുഞ്ചു ദേഷ്യപ്പെടുമില്ലോ എന്നുള്ളത് അറിയണം, ടെസ്റ്റ് ചെയ്യണം. പക്ഷെ ദേഷ്യപ്പെടൂല, എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു അവനോട്, ഇല്ലടാ, പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ നിൽക്കുമ്പോ കുഞ്ചു ഒന്നും എന്തായാലും ദേഷ്യപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഇല്ല ചേച്ചി, നമുക്ക് നോക്കാം. ഇപ്പൊ ദേഷ്യപ്പെട്ടില്ലെങ്കിലും എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണേന്ന് നമുക്ക് നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും എന്റെ സ്റ്റൈലിസ്റ്റും കൂടി വഴക്കുണ്ടാക്കുന്ന പോലെ എന്തൊക്കെയോ കാര്യം പറഞ്ഞു, കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞു, എന്തോ കശവിഷയം ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യും പറയും. അപ്പോഴും പ്രേം വളരെ കാമായിട്ട് നീ വാ, ഞാൻ സംസാരിക്കാം, കുഴപ്പമില്ല, പോട്ടെ, അവൻ അങ്ങനെ പറഞ്ഞു, ഇനി പോട്ടെ. അവൻ അങ്ങനെയല്ലല്ലോ, അവൻ അങ്ങനെ പറയാൻ പാടുണ്ടോ, ചോദിക്കേ കുഞ്ചു പോയി ചോദിക്കേ എന്ന് പറയുമ്പോ കുഞ്ചു ഞാൻ വിചാരിക്കണം എന്താ പ്രാങ്ക് സക്സസ് ആവണമെങ്കിൽ കുഞ്ചു പോയി ചോദിക്കണം. ഇപ്പം എന്തെങ്കിലും ചോദിക്കണം അവൻ്റെ അടുത്ത്, എന്താണ് പ്രശ്നം ഇതിനെ, അങ്ങനെയെങ്കിലും ചോദിക്കണം. ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല, കുഴപ്പമില്ല സാറില്ല, വാ വാ വാ, കുഴപ്പമില്ല. അങ്ങനെ പ്രാങ്ക് ചീറ്റിപ്പോയി. കുഞ്ചുവിന്റെ ഭാവം ഒരു വ്യത്യാസമില്ല, ദേഷ്യവും ഇല്ല, ഇറിറ്റേഷനും ഇല്ല, ഒന്നുമില്ല. സാറില്ല, കുഴപ്പമില്ല, ഇത് തന്നെ സാരല്ല കുഴപ്പമില്ല. ഞങ്ങൾ മാറി മാറി പല മൂലയിലിരുന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ വെറുതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ച് കൈ എടുത്ത് സംസാരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ചു ഓടി വരും, എന്തോ പ്രശ്നം. അപ്പോഴും കുഞ്ചു അവിടെ മാറി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടിരിക്കുക. അത് പ്രേമന് അറിയായിരുന്നു? അറിയത്തൊന്നുമില്ല. അവര് തമ്മിൽ ഓൾറെഡി എന്നെക്കാളും മുമ്പ് അറിയുന്ന ആൾക്കാരാണ്. ഇവരെന്തിനാ വഴക്കുണ്ടാക്കുന്നത് മനസ്സിലാകും. ഞാൻ കുറെ സംസാരിക്കാൻ നോക്കി, അതൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, കുറച്ച് ഇതുപോലെ ടെമ്പർ താഴുമ്പോൾ സംസാരിക്കും, വീണ്ടും ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇരുന്നു. അതായത് എന്റെ മൈൻഡ് കൂടെ പോയത്. ഞങ്ങൾ വിചാരിച്ചു ഓടി വരും, ഇപ്പൊ വരും, ഓടി വരുന്നു, ഇട്ട് അടിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ചെറിയൊരു ബഹളം ഒന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അവൻ വിചാരിച്ചു നിതിൻ, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ആ പ്രാങ്ക് പൊളിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ ശ്രമിച്ചു, പൊളിഞ്ഞു. ഇവിടെ പ്രാങ്ക് ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ. ഇല്ല, അടുത്ത ഓണം ശ്രമിക്കാൻ നോക്കട്ടെ. അടുത്ത ഓണത്തിന് ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ കൂടുതലും സെലക്ട് ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇപ്പം പ്രേമിൻ്റെ ഡ്രസ്സ് പ്രേം തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് വന്നൊരു ഡിഫറൻസ് ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഫോർ ഹെർ അല്ലെങ്കിൽ ഫോർ ഹിം. ഇവളുടെയും എന്റെയും ഇവിടെ ചെയ്യുന്നത് ആണോ? ഞാൻ ചെയ്യാറില്ല, ചെയ്യുന്ന വളരെ കുറവല്ലേ. ഞാൻ സജഷൻ ചോദിക്കും, ഇതിരട്ടെ അതിരട്ടെ ചോദിക്കും. ഇവളാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്നെ സുഖമില്ലടാ,
സുഖമാണെന്ന് ചോദിച്ചാൽ ഒരു കണക്കിന് സുഖമാണ് ആക്ച്വലി. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ഞാൻ എപ്പോഴും വെളിയിൽ പോകുമ്പോൾ ലൈക്ക് നോർമൽ ക്ലോത്ത്സ് ഇട്ട് പോകാറുള്ളൂ. ഇവൻ അല്ലെങ്കിൽ ലൈക്ക് സ്റ്റൈൽ ചെയ്ത് പോകണം നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ ചുമ്മാ ഭയങ്കര ക്യാഷ് ഡ്രസ് ഇട്ട് ഞാൻ പോകുന്നത്. എന്തെങ്കിലും കാണും ഏറ്റവും മുകളിൽ കാണുന്ന ഉടുപ്പെടുത്തിട്ടും മുകളിൽ കാണുന്ന നിക്കറോ പാൻസ് എടുത്തിട്ടും. ഞാൻ അല്ലാണ്ട് ഇന്ന സാധനം ഇടണം, ഇന്ന കളർ ഇടണം, അങ്ങനെ ഞാൻ മൈൻഡിൽ പോകാറില്ല. ഞാൻ ചിന്തിക്കാറില്ല. എല്ലാം എന്റെ എല്ലാ ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ തന്നെ പറയുന്നത് ആണല്ലേ. അതെ, ഞാൻ പൊതുവെ ഇപ്പൊ എവിടെയെങ്കിലും ഫംഗ്ഷൻസിന് പോണെങ്കിൽ നമ്മള് നല്ല രീതിയിൽ നല്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പോണം എന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പൊ ഞാൻ തന്നെ എന്റെ സ്റ്റൈൽ ചെയ്യുന്ന പയ്യനുണ്ട്. അപ്പൊ ആ പയ്യനോട് തന്നെ ഓക്കെ എന്നാ കുഞ്ചുവിനും കൂടി അത് ചെയ്തതാ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും എല്ലാം അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മാച്ചിങ് പോലെ. അല്ലെങ്കിൽ ഇപ്പൊ കുഞ്ചു ഒറ്റയ്ക്കാണ് പോകുന്നെങ്കിൽ ഇപ്പൊ ഈയിടെ വിജയ് TV അവാർഡ്സ് കിട്ടിയ സമയത്ത് നമ്മൾ രണ്ടുപേരും, അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിക്രമിന്റെ സ്റ്റൈൽസ് ഒക്കെ നോക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിക്രമിന്റെ നോക്കിയിട്ട് അതിന് നമ്മൾ രണ്ടുപേരും ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഞാൻ പറയും കൂടുതലായിട്ട്, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ പോയാൽ പറ്റില്ല, ഇങ്ങനെ തന്നെ പോണം. അതല്ല എന്നെക്കാളും കൂടുതൽ ഇവിടെ പറഞ്ഞത്. വിളിച്ചോ അമ്മല്ലേ വിളിച്ചോ? ഇല്ല, വിളിച്ചു എന്താ തയ്ച്ചോ, എന്താ എന്ന് കിട്ടും, എപ്പോ അയച്ചത്? ഓക്കെ ഞാൻ വിളിക്കാം അങ്ങനെ പറയാം. ആക്സസറീസ് എന്തായി നോക്ക്, അത് നോക്ക്, ഇത് നോക്ക്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരുക്കി വിടാനും ഞാൻ കുറച്ച് ഇട് കാണിക്കും. അതുപോലെ ഫോട്ടോഗ്രാഫർ. അപ്പൊ കുഞ്ചു പറയും ഫോട്ടോ ഒക്കെ ഫോണിൽ എടുത്താൽ മതി. പറ്റില്ല, ഫോട്ടോഗ്രാഫർ വേണം. ഫോട്ടോഗ്രാഫർ നല്ല ഇതിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. പിന്നെ ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് അതും ഞാൻ ഫോട്ടോ കിട്ടാൻ നോക്ക്, ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം, 5 മണിക്ക് പോസ്റ്റ് ചെയ്യണം. അതെ, എല്ലാം കുറച്ച് ഒന്ന് നന്നായി ചെയ്യണം. ഇപ്പൊ കുഞ്ചു വിജയ് TV അവാർഡ്സിന് പോകുമ്പോൾ മേ ബി ചിലപ്പോ ഇതൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആൾക്ക് ഇഷ്ടമുള്ള ഒരു സാധാ ഡ്രസ്സ് ഇട്ട് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക്. നോർമൽ ഒരു ഷർട്ടും ഇതിട്ട് പോയാൽ കാര്യമില്ലല്ലോ. ഇതിപ്പോ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് എന്താ ഗുണം ഉണ്ടായ പറഞ്ഞു കൊടുക്കുക അവിടെ. എത്ര പേര് നോക്കിയെന്നല്ലേ. അതെ നീ പറയൂ. ഞാൻ ഒറ്റ വാക്കിച്ച് അവസാനിപ്പിക്കും. അവിടെ കുഞ്ചു എൻ്റർ ആയ സമയം മുതൽ അവിടെയുള്ള ആങ്കർ ആണെങ്കിലും അവിടെ വന്ന ആൾക്കാരാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞത് ഭയങ്കര ക്ലാസ് ലുക്കായി. ഈവൻ വിക്രം ഇട്ടിട്ടാണ് നമ്മളത് ഇൻസ്പയർ ചെയ്താ ഇട്ടതെങ്കിലും അങ്ങനെ പോയത് കൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചത്. അവിടെ വന്നവരെല്ലാരും നോർമൽ ആയിട്ടാ വന്നത്. അപ്പൊ കുഞ്ചു എടുത്തു നിന്നു, അതാണ് എനിക്ക് വേണ്ടത്. പോസ്റ്ററിൽ വന്നു. അതുകൊണ്ട് അവര് ആ പോസ്റ്ററിൽ കുഞ്ചുവിന്റെ തമിഴ്നാട്ടിൽ ചെന്നപ്പോ റോട്ടിൽ മൊത്തം കുഞ്ചു അവാർഡും പിടിച്ചിരിക്കുന്നത്. കാരണം ഡ്രസ്സ് വിക്രമിന്റെ അതേ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തത്. അതായത് വിക്രം മറ്റേ ഇതിലിട്ടതാണോ? പ്രൊമോഷനില് ഒരു ഒണിയൻ കളർ ഷർട്ട്, സെയിം പാന്റ് ഇൻസേർട്ട് വിത്തൗട്ട് ബെൽറ്റ് അല്ലേ? ആ സെയിം സാധനം ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഓ യെസ് ഇൻസേർട്ട്, അതായത് ആംഗിൾ ലെങ്ത് പാന്റും ഷൂസും മറ്റേ ഇത്. ഫോട്ടോ ഇതിനെടുത്തോ, വലിയ പോസ്റ്റർ ഞങ്ങൾ ഫോട്ടോ. ഓ സെയിം മാൻ, സെയിം. അടിപൊളി. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ റൊമാൻറ്റിക്. ഇത്രയും പറഞ്ഞ് മനസ്സിലായി. എങ്ങനെയായിരിക്കാം അത്? ഇല്ല, അത് she always want to give me surprises. She wants to buy me steps. എന്തെങ്കിലും ഇപ്പം പെർഫ്യൂംസ് ആണെങ്കിലും എവിടെയെങ്കിലും ഇപ്പം വെളിയിലൊക്കെ പോകുമ്പോൾ ദുബായി പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, പക്ഷെ പറയത്തില്ല. അതുപോലെ എപ്പോഴും സർപ്രൈസ് തരാൻ നോക്കും. ഈവൻ പല പ്ലാൻസ്, ഇപ്പോൾ ഈ പ്രാങ്ക് ആണെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം നോക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. പിന്നെ ഇതുപോലെ എൻ്റെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് 12 മണിയാകുമ്പോൾ വന്നു, എൻ്റെ ഷോപ്പിൽ വന്നു. ഇതുപോലെ പ്രേമിക്കുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ഞാൻ ചേട്ടനെയും കൂട്ടുപിടിച്ച് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ചെല്ലാണ്. അപ്പൊ ഞാനിങ്ങനെ ഡോർ വന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാള് അപ്പൊ ഞാൻ ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു എന്ന് പറയുമ്പോ താങ്ക് യു, ബർത്ത്ഡേ ആണല്ലേ. നമ്മൾ അത്ര എഫോർട്ട് ഇട്ട് അങ്ങനെ ചെല്ലുമ്പോ ഒരു പടിക്ക് ശരിയാണ്, വി എക്സ്പെക്ട് എ ലിറ്റിൽ മോർ അല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ പഠിക്കുന്നത് പറഞ്ഞില്ലേ, പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പോവാം. ഇപ്പൊ ഞാൻ കുറെ ദിവസം കൂടി കുഞ്ചു ഷൂട്ട് കഴിഞ്ഞ് വരുവാണെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഡയറി മിൽക്ക് കൊടുക്കും, അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക്. അപ്പൊ ഞാൻ അത് കൊടുക്കും, കാണുമ്പോ തന്നെ കൊടുക്കും. അപ്പൊ ഞാൻ കുഞ്ചുവിനോട് പറയും പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് വേണ്ടി, നോക്കുമ്പോ ഒന്നുമില്ല. അങ്ങനെ അതുപോലെ ഞാൻ ചെന്നൈയിൽ ആളെ മീറ്റ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് മേടിച്ച്, ഇവിടെ മൈസൂർ പാ ഇഷ്ടമാണ്, അപ്പൊ മൈസൂർ പാ മേടിച്ചു വെക്കും. പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല, അത്ര ധൃതിയിലായി. അപ്പൊ ഞാൻ എന്ത് ടിഷ്യൂ പേപ്പറിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഒരു റോസാപ്പൂ എവിടെ നിന്ന് ഒരുക്കി കിട്ടി. അത് പില്ലോയിൽ വെച്ചിട്ടാണ് ഞാൻ എയർപോർട്ടിൽ പോയത്, എവിടെ കൊണ്ടേക്കാനെ പോയപ്പോ.
ഡൊമിനിക് റിപ്പബ്ലിക് തെറിയാണെന്ന് വിളിക്കും. ആ ഡൊമിനിക് റിപ്പബ്ലിക്കിന്റെ ഉണ്ടക്കാന. ക്യാപിറ്റലാണ് പുണ്ടക്കാന. ക്യാപിറ്റലാണോ? എന്തോ. അതൊരു ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ്. അവിടെയാണ് ഷോ ചെയ്യാൻ പോയത്. ഓക്കെ ഡൊമിനിക് റിപ്പബ്ലിക് പറഞ്ഞാൽ ഡൊമിനിക് റിപ്പബ്ലിക്. അപ്പൊ അവിടെ പോയ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും, കാരണം കാണാനും പറ്റിയില്ല, ഭയ പറയാൻ. പക്ഷെ ഞാൻ അത് എക്സൈറ്റഡ് പറഞ്ഞില്ല. കാരണം ഞാൻ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? അല്ല, അത് ഞാൻ എക്സൈറ്റഡ്. ഞാൻ അപ്പം തന്നെ വിളിച്ചു. വിചാരിച്ചില്ല. കാരണം ഞാൻ സമയത്ത് എന്തോ ഡാൻസ് പ്രാക്ടീസ് പോയിരിക്കായിരുന്നു. തിരിച്ചു വന്നപ്പോൾ 2 മണി 3 മണി ആയി. ഞാൻ ടയർഡായിട്ട് വരികയാണ്. വന്ന് കഴിഞ്ഞ് നോക്കി പില്ലോ നോക്കിയപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ ലെറ്റർ എന്താ എഴുതിയിട്ടുണ്ട്, ഐ ലവ് യു എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ പൂവുണ്ട്. സോ അതിന് സർപ്രൈസ് ആയിരുന്നു. ആക്ച്വലി അത് നീ പോയി തിരിച്ചു വന്നില്ലേ? ചെന്നൈയിലല്ല, ചെന്നൈ വന്നു. തിരിച്ച് വരുന്ന സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പൂ ഉണങ്ങി പോയി, ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ ദേർ. അവിടെ എവിടെ കിടന്ന് ആ പില്ല് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാണിക്കും. അത്ര ക്രൂരനല്ല ഞാൻ. ആ ലോല ഹൃദയം അത് കണ്ടപ്പോ ഞാൻ എന്റെ ഹൃദയം ഇതായി പോയി. അതെ അതെ അതെ. ചില സമയത്ത് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ആളുടെ എക്സ്പെക്ടേഷൻ കുറച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. ഇടയ്ക്കുള്ള സർപ്രൈസിനാണ് എപ്പോഴും വാല്യൂ, അതായത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും വാല്യൂ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്നില്ലെങ്കിൽ എന്റെ സർപ്രൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ എന്റെ എക്സ്പെക്ടേഷൻ കുറയ്ക്കുക. എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആവും. അവിടെ കൂട്ടുകയും ചെയ്യാം. അതെ, അപ്പൊ ടൈം. ഇപ്പൊ ഇപ്രാവശ്യം ഓണക്കോടി എനിക്ക് മേടിച്ചു വന്നപ്പോ അതും എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എന്നോട് പറഞ്ഞില്ല ഓണക്കോടി മേടിക്കുന്നത്. അതും ഇതുപോലെ ഞാൻ വെളി സിനിമ കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് പോയി സാരി മേടിച്ച് അങ്ങനെയൊക്കെ. പ്രേം തന്നതിൽ ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ, ആഫ്റ്റർ നിങ്ങൾ പരിചയപ്പെട്ട ടൈം തൊട്ട് ഇപ്പൊ വെച്ച് നോക്കുമ്പോഴും ഞാൻ ഇത് അതിന്റെ വാല്യൂ അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്, എന്റെ പ്രൈസ് ഒന്നുമല്ല, അതല്ലാതെ ഒരു തിങ് ആണെന്നുണ്ടെങ്കിൽ അല്ല അതിന്റെ സാഹചര്യം. അതാ എനിക്ക് എല്ലാ സർപ്രൈസും ഭയങ്കര വലിയ സംഭവമായതുകൊണ്ട് എനിക്ക് ഒരെണ്ണം പിക്ക് ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് വൺ പറയാം. ഇപ്പം പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ആദ്യമായിട്ട് തന്ന ഇതാണ്. അതായത് നമ്മള് ഒരു ഇഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ആ ഒരുമിച്ചുണ്ടായ സമയത്ത് ഞാൻ പെട്ടെന്ന് ചെന്നൈക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നു. അപ്പൊ പോകേണ്ടി വന്ന സമയത്ത് പ്രേം ഉടനെ തന്നെ എവിടെയോ കടയിൽ പോയിട്ട് ഒരു ചെറിയൊരു മാംഗോന്റെ ഷേപ്പിൽ കുറെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കമ്മല് കൊണ്ടുവന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഏത് എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല, ഒരു സമ്മാനം കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ആ സമ്മാനം കൊണ്ടുവന്നതും അതിനെടുത്തൊരു എഫേർട്ട്, രാത്രി ഇല്ലാത്ത കടയിൽ പോയി അത് എടുത്ത് തുറന്ന് വാങ്ങിച്ച്, ഷൂട്ടുള്ളത് കൊണ്ട് നേരത്തെ ഒന്നും പോയി ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ട് അതെനിക്ക് രാവിലെ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് കയ്യിൽ തന്നു വിട്ട്, അത് ഒരു നല്ല സംഭവമാണ്. കല്യാണത്തിന് മുമ്പും അതെടുത്ത് പറയുന്നു. അല്ല, അതെനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നി. കല്യാണം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ബെസ്റ്റ് ഒരു മൊമെന്റ്, സർപ്രൈസ്, അല്ലെങ്കിൽ ഒരുക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർട്ടൺ സ്ഥലത്ത് പോയതായിരിക്കാം പറയാതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുന്നത് വളരെ കുറവാണ്. നമ്മൾ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പോലും അങ്ങനെ ഒരു ടൈം നോക്കില്ല. ഈവന്റും ടൈമും കല്യാണത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ. ഈ ചെന്നൈയിൽ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മേടിക്കുക. ഒരു ദിവസം ഞാൻ ഇതുപോലെ ലുലുവിന്റെ ഫാഷൻ വീക്ക് ട്രിവാൻഡ്രത്ത് നടക്കായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടാ പോയത്. അന്ന് ബർത്ത്ഡേ ഒരു വിശേഷ ദിവസം ഒന്നുമല്ല. പക്ഷെ തിരിച്ച് എന്നെ റൂമിൽ കാണാൻ പിക്ക് ചെയ്യാൻ വന്നപ്പോ റൂമിൽ വന്നപ്പോ ഒരു ബാഗ്, ഒരു ഹാൻഡ് ബാഗ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് വന്നു. അപ്പൊ ഇന്ന് എന്താ പ്രത്യേകത? അപ്പൊ ഇന്ന് പ്രത്യേകത ഇല്ല, പക്ഷെ ചുമ്മാ മേടിക്കണം തോന്നി. അപ്പൊ അങ്ങനെ കാര്യങ്ങള്, അതൊരു സർപ്രൈസ് ആണല്ലോ, ഒരു വിശേഷവും ഇല്ല. അപ്പൊ അങ്ങനെ തന്നത്, ഒരു കല്യാണത്തിന് ശേഷം തന്നത് ഒരു അൺഎക്സ്പെക്ടഡ് മൊമെന്റ് ആണ്. ഇപ്പൊ പ്രേമിന് സ്വാസികയില് രണ്ടുപേരോടും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ, ഇപ്പം ഇത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് പ്രേമിന് എടുത്തത്. ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്വാസിക ഒരു ആക്ട്രസ് ആണ്, ഒരു ആങ്കറും കൂടെയാണ്, സെലിബ് ഇന്റർവ്യൂറും കൂടെയാണ്. തീർച്ചയായിട്ടും അതിന് അവാർഡ്സ് ഒക്കെ കിട്ടി, നമുക്കറിയാം. സോ അതിൽ ഏറ്റവും കൂടുതൽ പ്രേമിന് ഇഷ്ടപ്പെട്ട ഒരു പെർട്ടിക്കുലർ ഒരു സ്ലോട്ട് ഏതായിരിക്കും സ്വാസികയുടെ? ആസ് എൻ ആക്ട്രസ് ആവാം തീർച്ചയായിട്ടും, പക്ഷെ ഇത്രയും ഉണ്ടല്ലോ. ഞാനൊരു ആക്ടറാണ്, ഒബ്വിയസ്ലി. ആസ് എൻ ആക്ട്രസ് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വെളിയിൽ പോയി കാണുന്ന എല്ലാവരോടും പറയും, മൈ വൈഫ് ഈസ് എൻ ആക്ട്രസ്. ഞാൻ അവരുടെ എല്ലായിടത്തും പറയും, എന്നെപ്പോലെയല്ല, എന്നെക്കാളും അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ്, എനിക്ക് അഭിനയിക്കുന്ന അറിയത്തില്ല, ബട്ട് ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ് എന്ന് പറയും. അതുപോലെ തന്നെ എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംബന്ധിച്ച് ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ. കാരണം ഡാൻസറായി ആ ഒരു ലെവൽ എത്തുക ഇസ് നോട്ട് എ സ്മോൾ തിങ്. ഷീ ഹാസ് ഡൺ ഇറ്റ്, ഷീ ക്യാൻ ഡു ഇറ്റ്, ഷീ ക്യാൻ ഡു ബെറ്റർ ദൻ ദിസ്. ബട്ട് സ്റ്റിൽ അത് നമ്മൾ അത്രയും ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തൊരു എടുത്തൊരു സ്കിൽസ് അല്ലെങ്കിൽ ആർട്ട് ഫോമാണ്, ലേൺ ചെയ്ത ആർട്ട് ഫോമാണ്. സോ ഒബ്വിയസ്ലി എനിക്കത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് സംഭവമാണ്. ഈ നല്ലൊരു ആക്ട്രസ്സുമാണ്, അതേസമയം ഡാൻസിങ്
ഷീസ് ഡൺ എക്സ്ട്രീംലി വെൽ ഇൻ ദാറ്റ് ഓൾസോ. ഫ്രം ദ ഏർലി ഏജ്. അതെ, ഏർലി ഏജ് മുതലൊക്കെ ചെയ്തുകൊണ്ട്. സോ അത് എനിക്ക് എപ്പോഴും അതൊരു നല്ലൊരു സംഭവം എനിക്ക് തോന്നിയില്ല. ലൈക്ക് ഷീസ് എ വെരി ഗുഡ് ഡാൻസർ. ആ ഒരു ടാലന്റ് ഐ എം ഓൾവേസ് അപ്രീഷിയേറ്റിംഗ് ഓഫ് ഹർ. പിന്നെ ഷീ ടോക്ക് എ ലോട്ട്. അതായത് ഇപ്പം ഒരു ആങ്കറിന് വേണ്ട ഒരു കാര്യം അത് അതെ, ഡീലിംഗ് ദ സെലിബ്സ്. അതെ, ഒരുപാട് സെലിബ്സിനെ ഇവര് ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ അല്ലെ, കോ ആർട്ടിസ്റ്റ് സെയിം വർക്ക് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഒരേ ആക്ടേഴ്സ് ആണ്, ബട്ട് സ്റ്റിൽ ഷീ അവരെ ആങ്കർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതും പിന്നെ അതൊരു പറയേണ്ട ഒരു സംഭവമാണ്, സ്കില്ലാണ്. സംസാരിച്ച് നിലനിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് അത്. ആൻഡ് ഷീസ് ഗോട്ട് ദ സ്കിൽസ്. അപ്പോൾ ആ ഒരു സ്കിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ സംഭവം തന്നെയാണ്. സൂപ്പർ സൂപ്പർ. ഇനി ഒരു 3 ക്വാളിറ്റീസ് ദാറ്റ് യു റിയലി ലവ് ഇൻ ഹെർ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കാം? ഷീ മൈറ്റ് ബി വെരി ആക്റ്റീവ്, എന്തോ ആവാം, ബട്ട് ഒരു ടോപ്പ് 3 എന്തൊക്കെയായിരിക്കാം? സ്വാസി ഇങ്ങനെ മൈൻഡിൽ ഇരിക്കുകയാണ്, എന്തായിരിക്കും കുഞ്ചു പറയാൻ പോകുന്നത് അല്ലേ? അല്ല, ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഷീ ഡസ് ദാറ്റ് വെരി വെൽ. ഓക്കെ. അപ്പം എൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോഴും കുഞ്ചു എന്തായി, കുഞ്ചു എന്ത് ചെയ്തു, എവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെയല്ല. ഇപ്പം ഈവൻ ദോ ഷീ ഈസ് ബിസി, ആൾക്കാർ മൊത്തം ഇവരുടെ പുറകിലാണെങ്കിൽ പോലും ലൈക്ക് ഇപ്പം ഫോട്ടോ ഇപ്പം ഇതിന് വർക്കിന് പോകുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ പുറകിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ വിളിക്കും, കുഞ്ചു എന്ത് ചെയ്തു, കുഞ്ചിന് ഫ്രണ്ട് ഇരിക്കണം, അവിടെ സീറ്റ് കൊടുക്കണം, കൊടുത്തില്ലേ പിന്നെ പ്രശ്നമാക്കുന്നില്ല. അങ്ങനെ ഭയങ്കര എക്സ്ട്രീമിൽ വലിയ പോകുന്നത്. അത് ദേഷ്യപ്പെടുകയും ചെയ്യും. അന്ന് ആ ഷോയ്ക്ക് പോയപ്പോൾ ഫ്രണ്ട് സീറ്റ് ഇരുന്നാൽ മതി, എവിടെയും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അബുദാബിയില്, അതായത് തൊട്ടപ്പുറത്ത് വരെ ശങ്കർ സാറെല്ലാം ഇരിക്കുക, ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് ഇപ്പൊ തന്നെ നോൺ പേഴ്സണാലിറ്റി ഞാൻ നടുക്ക് ഇരിക്കുക, എന്താ എപ്പോഴും ചെയ്യാ പറയാ, ആരും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എപ്പോഴും ഇത് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ ആക്റ്റീവാണ്, എപ്പോഴും ഭയങ്കര ഹൈപ്പറാണ്, ബബ്ലി. അതെ. അപ്പോൾ ഒരു സംഭവിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കും കൂടുതൽ ഇഷ്ടമായത്. അതുകൊണ്ടായിരിക്കും, കാരണം ഞാൻ അത്ര ആക്റ്റീവാണ്. എന്താ എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ആക്റ്റീവ് ആകത്തുള്ളൂ, അതിനപ്പുറം ഞാൻ ആക്റ്റീവ് ആകത്തില്ല. ഞാൻ ഷൂട്ട് വിളിക്കുമ്പോൾ ഞാൻ പോയി അഭിനയിക്കും, അത് കഴിഞ്ഞ് അപ്പം കട്ട് ഓഫ് ആവും. ഓക്കെ, എന്തെങ്കിലും ചെയ്യും പ്ലീസ്, ഞാൻ കുറച്ച് ഇരുന്നോട്ടെ. ഞാൻ അതുപോലെയാണ് എപ്പോഴും. അപ്പം പക്ഷെ ഇത് ഫുൾ ടൈം അങ്ങനെയല്ല, ഫുൾ ടൈം ആക്റ്റീവാണ്, 24/7 ആക്റ്റീവാണ്. ഇതിപ്പോ ഉറങ്ങിയാലും ഇല്ലേലും ആക്റ്റീവ് ആയിരിക്കും. ഇത് എങ്ങനെയാവുന്ന എനിക്ക് പോലും അറിയത്തില്ല, കണ്ണ് വെക്കാതിരിക്കട്ടെ. അത് മാത്രമേ ദൃഷ്ടിദോഷം. എല്ലാരും എന്നെ കണ്ണു വെക്കണം അതിനാവശ്യം. ഇതെങ്ങനെ, ഇത് ഇത്ര എനർജി, ഇതെന്താ ഇങ്ങനെ, ഇത് റെസ്റ്റ് ഇല്ലേ, ഉറക്കമില്ലേ എന്നൊക്കെ ഞാൻ പറയാം. എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ബട്ട് പീപ്പിൾ ഓൾസോ ലവ് ടു ബി വിത്ത് ഹെർ. അത് ആ ഒരു റീസൺ അല്ലേ, കമ്പനീസ് ആ ഒരു പരിപാടി. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ ചോദിക്കുകയാണ് അബൌട്ട്, നമ്മൾ ഒരുപാട് സംസാരിച്ചു എങ്കിലും നമ്മൾ പെർട്ടിക്കുലർലി എടുത്ത് പറയുമ്പോൾ ഒരു 2-3 തിങ്സ് ദാറ്റ് യു റിയലി ഇൻ ലവ് വിത്ത് ഹെം ആണെങ്കിൽ. മെയിൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കും. സിറ്റുവേഷൻ ആണെങ്കിലും ആൾക്കാരെ ആണെങ്കിലും എല്ലാം നന്നായി മനസ്സിലാക്കിയിട്ട് എല്ലാം കേൾക്കും. അതിപ്പോൾ ഭാര്യ ആയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല. ആരൊക്കെ കൂടെ ഉണ്ട് അവരെല്ലാരും പറയുന്നത് കുഞ്ചുവിന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം, ഒരു സമാധാനമാണ് എന്ന് പറയാം. അത് എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കും. അപ്പൊ അതിനൊരു സമയം, ആൾക്ക് എന്തൊക്കെ ബിസി ആയിട്ടിരിക്കെങ്കിലും അതിനൊരു സമയം കണ്ടെത്തി എല്ലാവരും പ്രശ്നങ്ങൾ കേൾക്കാം. മേ ബി സൊല്യൂഷൻ പറഞ്ഞില്ലെങ്കിലും എല്ലാം കേൾക്കും, സിറ്റുവേഷൻ മനസ്സിലാക്കും, അത് ഹാൻഡിൽ ചെയ്യും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വളരെ കുഞ്ഞിലെ മുതൽ അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം എന്നെ ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും എന്നെ സപ്പോർട്ടീവാണ്. എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന ആളും അതിന് അത്രയും ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിന് റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ പോകും ഉറപ്പായിട്ടും. അതെ. അപ്പോൾ കുഞ്ചുവിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്ന എന്താണോ ആ ആർട്ട് ഫോം, അതിപ്പോൾ സിനിമ ആയാലും ഡാൻസ് ആണെങ്കിലും അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആള് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇപ്പോഴാണ് ഈ ഒരു ഫീൽഡിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാവും. ആ വാല്യൂ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു വർക്കും വന്നു കഴിഞ്ഞാൽ അത് കളയരുത്, അത് എടുത്തോളൂ, അതിന് കുഴപ്പമില്ല, അങ്ങനെ ഒരു സപ്പോർട്ട്. അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പലരും ഉണ്ടല്ലോ, പലരും പറയുന്നത് ഇപ്പം മാരേജ് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ആക്ട് ചെയ്യേണ്ടെന്ന് പറയുന്ന എത്രയോ പേരുണ്ട് അല്ലേ, അല്ലെങ്കിൽ അതിന്റെ സമയം കുറയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന റോള് ചെയ്യരുത്, ഇന്ന ക്യാരക്ടർ ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു മൂവി ചെയ്യുന്ന അത് ഈ ക്യാരക്ടർ ഡിമാൻഡ്സ്, അത്രയ്ക്കും ഡിമാൻഡ് ഒരു വണ്ടർഫുൾ മൂവി ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. പക്ഷെ അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഹി ഡസന്റ് കം. പല വർക്ക് കിട്ടുമ്പോൾ ഇവളെന്ത് പറയും, അല്ല കുഞ്ചുനെ കാണാൻ വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട, ജോലി കഴിഞ്ഞിട്ട് വന്നാൽ മതി, പോയി വർക്ക് ചെയ്യും. വർക്ക് കാരണം നമുക്ക് ഒരു വർക്ക്
ഈ ഒരു ഫീൽഡ് നമുക്കറിയാം, കാരണം ഓരോ ദിവസം ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയുമ്പോഴേക്കും അടുത്ത ആൾ കയറി വരുന്നത്. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച സംഭവമാണ്. സോ അത് ഇവർക്കും വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ലെന്നില്ല, ഇവർക്ക് ഭയങ്കര എന്നെക്കാളും ഹാർഡ് വർക്കിംഗ് ആണ് അങ്ങനത്തെ കാര്യത്തിൽ. ബട്ട് സ്റ്റിൽ ഷീ വാണ്ട്സ് ടു ബി വിത്ത് മീ ഫ്രീ ആയ സമയത്ത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാൻ, നമ്മൾക്ക് ഒരു തോന്നല്, അയ്യോ നമ്മൾ ആൾക്ക് വേണ്ട ഒരു സമയം കൊടുത്തില്ലെങ്കിൽ അത് നാളെ ഒരു പ്രശ്നമാവോ എന്നുള്ളൊരു തോന്നല് എനിക്ക്. അപ്പൊ ഞാൻ ചില ഇപ്പം ഈ പറഞ്ഞ ഒരു ദിവസം തന്നെ 4 പ്രോഗ്രാം ബിഫോർ മാരേജ് ചെയ്യുന്ന ആളാണ് ഞാൻ. ആ 4 പ്രോഗ്രാം ഞാൻ 2 ആക്കാൻ ഒരു ശ്രമം എന്റെ ഭാഗത്ത് നിന്ന് നടത്തും. അതായത് ഞാൻ ഒരു ഫുൾ ഡേ ഫ്രീ ബിസി ആവണ്ട, ഓക്കെ രാവിലെ 2 പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ചുവിന്റെ അടുത്ത് പോവാം അല്ലെങ്കിൽ വീട്ടിൽ പോവാം എന്നുള്ള രീതിയിൽ വരും. പക്ഷെ ഞാൻ ഇവിടെ അഭിപ്രായം ചോദിക്കുമ്പോൾ വേണ്ട 4 അല്ല 5 എടുത്തിട്ട് രാത്രി നാളെ വന്നാൽ മതി എന്നൊക്കെ. അപ്പോൾ ആ വർക്ക് കളയാതെ അതിന് ഭയങ്കരമായിട്ട്, അതാ ഞാൻ പറയാം, ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടുകയാണ്. എന്ത് ചെയ്യാനാണെങ്കിലും വരാനാണെങ്കിലും പോകാനാണെങ്കിലും ഷോസ് പോകാനാണെങ്കിലും ഒക്കെ. അപ്പൊ അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആള് നല്ലൊരു മോനാണ്, നല്ലൊരു ബ്രദറാണ്, നല്ല ഫ്രണ്ടാണ്, പിന്നെന്താ നല്ല ഹസ്ബൻഡാണ്. അങ്ങനെയല്ല, അതിപ്പോ എന്റെ കാര്യമാണ്, അത് എന്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾക്കും ബെസ്റ്റ് ആവുക എന്ന് പറയുന്നത് അതൊരു എഫേർട്ട് എടുത്താലേ വരും. അല്ല, അത് എല്ലാവരും ഈസി അല്ല. ചില ആൾക്കാരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുമായിരിക്കാം ചിലര്, പക്ഷെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഞ്ചുവിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പറയും ഭയങ്കര അടിപൊളിയാണ്, ചേട്ടനാണെങ്കിലും പറയുന്നത്, അമ്മയാണെങ്കിൽ ഭയങ്കര അയ്യോ കുഞ്ചു നല്ല എന്തും ചെയ്തു തരും എനിക്ക് എന്തും. അപ്പൊ അമ്മേനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ എപ്പോ, ഇതൊക്കെ എങ്ങനെ, ഞാൻ തന്നെ അന്ന് പറഞ്ഞപ്പം സ്വാസിക ആണോ നിങ്ങളുടെ കൂടെ ഇത്ര സംസാരിച്ച് ഭാവി കാര്യങ്ങളൊക്കെ. അപ്പൊ കണ്ടില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂരുള്ള കുഞ്ചുവിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോഴേക്കും അവർക്കൊക്കെ കുഞ്ചു വരണത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഒന്നും മിണ്ടാത്ത ഒരാളാണല്ലോ, ഇത്രയും ആൾക്കാർക്ക് പിന്നെ ഇഷ്ടം വരാൻ എന്താ കാരണം? പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെ വരും? അപ്പൊ അതാണ് ലിസൺ ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരുമില്ല. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും എന്നെ പോലെ ധൃതിയാണ്. ശരിയാണ്, ഒരു സമാധാനമായിട്ട് ഒരാൾ കേൾക്കാൻ ഒരാളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് കുഞ്ചുവിന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം, കുഞ്ചുവിന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, അത്ര നല്ല ആളാണ് എല്ലാരും പറയുന്നത്. അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നി അപ്പൊ അതൊരു നല്ല ക്വാളിറ്റിയാണ് എല്ലാ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. പ്രേമനാണെങ്കിലും ഫിലിമില് ഇപ്പം ചില ക്യാരക്ടേഴ്സ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡു യു തിങ്ക് ലൈക്ക് ഇന്ന ക്യാരക്ടർ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു മൈൻഡ് പെർസ്പെക്റ്റീവ് ഉണ്ടോ? ഇന്ന ക്യാരക്ടർ ചെയ്യൂ അങ്ങനെ അതൊരു ലൈക്സ് ഉണ്ടോ, ഏതെങ്കിലും ലൈക്സ് ഉണ്ടോ? കാരണം ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കും എനിക്ക് സെറ്റ് ആവുന്നത്, നമ്മളെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക. ഇല്ല, അങ്ങനെ ക്യാരക്ടർ വൈസ്. പിന്നെ ഇടയ്ക്ക് പറയുന്നത് എനിക്ക് കൂടുതലും മലയാളി ഓഡിയൻസിന് എന്റെ ഫേസ് ഇഷ്ടമാവില്ല, കാരണം എല്ലാരും വിചാരിക്കണ നോർത്ത് ഇന്ത്യൻ ആണ്. ഒരു ആദിത്യ റോയ് കപൂർ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ എപ്പോഴും അയാളുടെ ഫോട്ടോ കാണുമ്പോ ഇത് കുഞ്ചുനെ പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഇടയ്ക്ക് കാണിച്ചു. ഞാൻ പറഞ്ഞപ്പോ കറക്റ്റ് അല്ലേ? അതെ, അതിനകത്ത് ഫിത്തൂറിനകത്ത് അതിനകത്ത് മറ്റേ അവനൊരു വർക്ക്ഷോപ്പില് പണിയെടുക്കുന്ന നല്ല ബോഡിയൊക്കെ നല്ല ഐ മീൻ ടോണ്ടാക്കി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു പുള്ളിയായിട്ടാണ്. ഞാനും ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, മേ ബി ഇവിടെ വന്ന് അല്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഹിന്ദി വാലയായിട്ടെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇത്രയും തനി നാടനാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ചു ഇടയ്ക്ക് അത് പറയാറുണ്ട്, മലയാളത്തിലെ ഓഡിയൻസിന് ചിലപ്പോൾ എൻ്റെ ഈ സംസാരമാണെങ്കിലും കണ്ടോ മലയാളം പ്രോപ്പർ ഒരു മലയാളത്തിലേക്ക് എത്തിച്ചില്ല, തറ മലയാളം വരുന്നില്ല. അപ്പം ഈവൻ ലുക്ക് ആണെങ്കിലും ആൾക്കാരെല്ലാരും നോർത്ത് ഇന്ത്യൻ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. പ്രേം ആക്ച്വലി കോളേജിലും സ്കൂളിംഗ് ഒക്കെ എവിടെ ചെയ്തത്? ശരിക്കും നാട്ടിൽ തന്നെ, പുറത്ത് പോയിട്ടേ ഇല്ല. ചേട്ടനെ പിന്നെയും UK പോയി പഠിച്ചു, എവിടെയും ലോക്കലായിട്ട് സംസാരിക്കും. ഞാൻ അവിടെ ജനിച്ചോളന്ന് എനിക്കറിയില്ല, ഓരോ ഓരോ ഇതായിരിക്കും, എനിക്കറിയില്ല എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല, അത് ചോദിക്കല്ലേ. ആദിത്യനോട് ചോദിച്ചറിയാം, ആദിത്യ റോയ് കപൂർ ചോദിച്ചറിയാം, അവരുടെ അച്ഛൻ എങ്ങാനും കേരളത്തിൽ വല്ലോ റൗണ്ട് അടിച്ചോന്നല്ലേ? എടി ഇതൂടെ പറ, ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇതൊക്കെ ഒരു തമാശയല്ലേ? So happy. Thank you so much. Thank you. Thank you so much. Yes.